നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ. മലപ്പുറത്ത് ഒരു 16-കാരൻ 14-കാരിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ബലാത്സംഗം ചെയ്ത ശേഷം നാടിനെ ആകെ ഞെട്ടിച്ചിരിക്കുന്ന സമയമാണ്. ഇതിനിടയിലാണ് കാമുകനെ കൂട്ടുപിടിച്ച ഒരു ഭർത്താവിനെ ഒരു സ്ത്രീ റെയിൽവേ ട്രാക്കിൽ കൊന്നു തള്ളിയത്. ഈ വാർത്തകളിലേക്ക് വിശദമായെത്താം. സ്വാഗതം ഒരിക്കൽ കൂടി. കാമുകനെ കൂട്ടുപിടിച്ച് ഭർത്താവിനെ കൊന്നു. റെയിൽവേ ട്രാക്കിൽ മൃതദേഹം തള്ളി അത് അപകട മരണമാക്കാനുള്ള ശ്രമം. ഉത്തർപ്രദേശിലെ അമ്രോഹ ജില്ലയിലാണ് സംഭവം. കൊല്ലപ്പെട്ടത് 35-കാരനായിട്ടുള്ള ടിങ്കു സിംഗ്. കൊലയ്ക്ക് പിന്നിൽ 30 വയസ്സുള്ള അയാളുടെ ഭാര്യ സംഗീത സിംഗും അവളുടെ കാമുകൻ നർസിംഗ് ദേവും. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു ഈ കൊലപാതകം. ധനോരയിലെ റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കാണുന്നു. വിവാഹത്തിന് മുൻപേ ഈ സംഗീതയും ഈ കാമുകൻ നർസിംഗും പ്രണയത്തിലായതാണ്. പക്ഷെ എന്തുകൊണ്ടോ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചു സംഗീത. അങ്ങനെ വിവാഹശേഷവും പക്ഷേ ആ പ്രണയത്തിൽ നിന്ന് പിന്തിരിയാൻ അവൾ തയ്യാറായില്ല. അവർ അത് തുടർന്നു. ഒരു ദിവസം തൻ്റെ കാമുകനെ ഭർത്താവിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ രണ്ടുപേരും കൂലിപ്പണി ചെയ്തവരാണ്. ഈ ഗൂഢാലോചന ഒന്നും അറിയാതെ ടിങ്കു സിംഗ് എന്ന ആ പാവം ഭർത്താവ് ഭാര്യയുടെ കാമുകനെ ഒപ്പം കൂട്ടി. നർസിംഗ് ദേവ് ബോധപൂർവം സൗഹൃദം സ്ഥാപിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം സംഗീതയും കാമുകനും ചേർന്ന് ഈ ടിങ്കു സിംഗിനെ കൊല്ലാനുള്ള പദ്ധതി ഇട്ടു. റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് തന്ത്രപൂർവ്വം കൂട്ടിക്കൊണ്ടു പോകണം, എന്നിട്ട് ട്രെയിനിന് മുന്നിലേക്ക് തള്ളിയിടണം. അങ്ങനെ കൊല്ലാനായിരുന്നു പദ്ധതി. അങ്ങനെ വളരെ ആസൂത്രിതമായി നർസിംഗിന് മദ്യം നൽകി ചൊവ്വാഴ്ച രാത്രി ഒരു റെയിൽവേ ട്രാക്കിനടുത്തേക്ക് ഇരുവരും കൊണ്ടുപോയി. പക്ഷെ കരുതിയതുപോലെ ട്രെയിൻ കൃത്യസമയത്ത് എത്തിയില്ല, ലേറ്റായിരുന്നു. തുടർന്ന് ടിങ്കുവിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയായിരുന്നു നർസിംഗ് എന്ന ആ കാമുകൻ. അതിനുശേഷം മൃതദേഹം ആ ട്രാക്കിലേക്ക് പാളത്തിലേക്ക് ഇട്ടു. ട്രെയിൻ തട്ടിയുള്ള മരണമായി ഈ സംഭവം അവസാനിക്കുമെന്ന് കരുതിയിരുന്നു രണ്ടുപേരും. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സംഭവം ആകെ പൊളിഞ്ഞു. ശ്വാസം മുട്ടിച്ച് കൊന്നതാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. പോലീസ് അങ്ങനെ കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചു. വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ അത് കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഒരു കൊലപാതകമാണെന്ന് വ്യക്തമായി SP अखिलेश भदौरिया പറയുന്നു. इसकी पत्नी ने अपने प्रेमी के साथ इस घटना को अंजाम दिया. इन्होंने जो मृतक है पहले उसको शराब पिलाई और उसको ट्रैक पर ले गए और वहाँ इन्होंने उसका गला दबाया. इसके पास एक लाल गमछा था जिससे उसका गला घोंट के इन्होंने वहीं हत्या कर दी और बॉडी वहीं ट्रैक पर छोड़ दी, जिससे कि ये दुर्घटना प्रतीत हो. परंतु पुलिस के द्वारा इसमें बहुत ही मुस्तैदी से और तेज़ी से काम किया गया और घटना का सही अनावरण किया गया है, और जिसमें अभियुक्त इसकी पत्नी संगीता और नरसिंह ये दोनों ही गिरफ्तार हुए हैं. പോലീസ് പറഞ്ഞത് കേട്ടല്ലോ. ഭാര്യയാണ് കൊലപ്പെടുത്തിയത് എന്ന് തന്നെയായിരുന്നു പോലീസിന്റെ ആദ്യ സംശയം. കാരണം ശ്വാസം മുട്ടിച്ചുള്ളൊരു മരണമാണ്, ട്രെയിൻ തട്ടി മരിച്ചതല്ല എന്ന് പോലീസിന് വ്യക്തമായി. അങ്ങനെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് കിടന്നു. ഒടുവിൽ ഈ രണ്ടുപേരും, ഭാര്യ സംഗീതയും ഈ കാമുകൻ നർസിംഗും, കുറ്റം സമ്മതിക്കുന്നു. ശ്വാസം മുട്ടിക്കാൻ ഉപയോഗിച്ച ഒരു തോർത്തുണ്ട്, ഒരു ചുവപ്പ് നിറത്തുള്ള തോർത്ത്. ആ തോർത്തും കണ്ടെത്തിയിട്ടുണ്ട് പോലീസ്. നാട്ടിലും ആ നാട്ടിലുള്ളവർ, ആ വീട്ടുകാർ ആകെ ഞെട്ടലാണ്. ഈ പ്രണയബന്ധം ഇത്രയും നാളും തുടർന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്ചര്യം. ആ ആശ്ചര്യത്തിനും അപ്പുറത്തേക്ക് ഒരു ഗൂഢാലോചനയുടെ, ഒരു ക്രിമിനൽ സ്വഭാവത്തിൻ്റെ മുഖം കൂടിയാണ് സംഗീത എന്ന ആ ഭാര്യ പുറത്തെടുത്തത്.
വൃദ്ധ ദമ്പതികളെ കൊന്നത് സ്വന്തം കൊച്ചുമകൻ. ധൂർത്തും ലഹരി ഉപയോഗവും എതിർത്തതിലെ വൈരാഗ്യം കൊലയ്ക്ക് കാരണമെന്ന് സൂചന. മുഖം മറച്ച് കൊലപാതകത്തിനെത്തിയ ചെറുമകനെ ആ മരണസമയത്ത് മുത്തശ്ശി തിരിച്ചറിഞ്ഞിരുന്നുവെന്ന് പോലീസ്. ഹരിയാനയിലാണ് സംഭവം. കർണാൽ എന്ന സ്ഥലം, അവിടെ അസന്ത് എന്നുള്ള പ്രദേശം. നമ്പർദാർ, അതായത് ഗ്രാമത്തലൻ എന്ന് പറയുന്നു, ആ നമ്പർദാർ ആയിട്ടുള്ള ഹരി സിംഗും അയാളുടെ ഭാര്യ ലീലയുമാണ് കൊല്ലപ്പെട്ടത്. ലീലാവാട്ടി എന്നാണ് ആ സ്ത്രീയുടെ പേര്. ആക്രി കച്ചവടം നടത്തിയിരുന്നു ഹരി സിംഗ്. ഇയാൾക്ക് ഏതാണ്ട് 80 വയസ്സോളം പ്രായമുണ്ട്. അതായത് ഈ പ്രതിയുടെ മുത്തശ്ശൻ. ഭാര്യയ്ക്ക് 75 വയസ്സും മുത്തശ്ശിക്ക് 75 വയസ്സും. കൊലപാതകത്തിന് പിന്നിൽ ചെറുമകൻ രവീന്ദറാണ്. ഒപ്പം 2 സഹായികളുമുണ്ട്. ആ കാഷായ വസ്ത്രത്തിൽ ഇരിക്കുന്ന ആളാണ് രവീന്ദർ. പ്രദീപും ഗുൽഷനും, അതാണ് സഹായികളുടെ പേര്. ചൊവ്വാഴ്ച രാത്രിയാണ് ഈ അരുംകൊല നടക്കുന്നത്. മോഷണത്തിനെത്തിയവർ വൃദ്ധ ദമ്പതികളെ കൊന്നു എന്നായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ ഒരേ ഒരു ദിവസം കൊണ്ട് തന്നെ പോലീസ് ആ സത്യാവസ്ഥ കണ്ടെത്തി. ഇനി കൊലപാതകത്തിന്റെ കഥയിലേക്ക്. എന്തിനായിരുന്നു കൊലപാതകം? ഹരിസിംഗിനെയും ഭാര്യ ലീലയും കൈലുകാലുകൾ ബന്ധിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന നിലയിലാണ് ആ വീടിനുള്ളിൽ കണ്ടെത്തുന്നത്. വായിൽ ടേപ്പൊട്ടിച്ച നിലയിലായിരുന്നു. ഈ വീട്ടുമുറിയിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട മട്ടിലായിരുന്നു. മോഷണം നടത്താൻ എത്തിയവർ കള്ളന്മാർ ആണ് ഇതിനു പിന്നിലെന്ന് സ്വാഭാവികമായും സംശയം തോന്നാം. എന്നാൽ അതൊരു മോഷണ ശ്രമത്തിനിടയിലെ കൊലപാതകമല്ലെന്ന് പോലീസിന് അതിവേഗം മനസ്സിലായി. വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അത് തന്നെയായിരുന്നു അതിലെ പോയിന്റ്. അപ്പോൾ പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു: ഇത് മോഷണത്തിന് വേണ്ടിയുള്ള കൊലപാതകമല്ല, വ്യക്തിവൈരാഗ്യത്തിൽ ആസൂത്രിത കൊലപാതകമാണ് എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുകയാണ്. പോലീസ് അങ്ങനെ രവീന്ദ്രനെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് സത്യാവസ്ഥ പുറത്തേക്ക് വരുന്നത്. ഈ രവീന്ദർ മരിച്ച ഹരിസിംഗിന്റെ മൂത്ത മകന്റെ മകനാണ്. ഇയാൾ എപ്പോഴും ഒരു കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് ആ ഗ്രാമത്തിൽ അലഞ്ഞു തിരിയുക, അതാണ് ഇയാളുടെ പണി. ബാബ എന്ന പേരിനൊപ്പം സ്വയം ചേർക്കാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്തു. ബാബ രവീന്ദർ എന്ന് പറയും. അതായത് ഞാനൊരു സന്യാസിയാണ് എന്നുള്ള മട്ടിൽ ജീവിക്കുന്ന ഒരു ക്രിമിനൽ. മയക്കുമരുന്നിന് അടിമയായിരുന്നു ഈ രവീന്ദർ. ലഹരിയുടെ സ്വാധീനത്തിലായിരുന്നു ഈ കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്. രവീന്ദ്രും അയാളുടെ അച്ഛനും രണ്ടുപേരും ചേർന്ന് ഏതാണ്ട് 11 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. രവീന്ദർ ഏതാണ്ട് 7 ലക്ഷം രൂപയും അച്ഛൻ 4 ലക്ഷം രൂപയും. ഇരുവരും ചേർന്നെടുത്ത ആ വായ്പ, അത് കൂടാതെ മറ്റ് വരുത്തി വെച്ച കടങ്ങൾ, ഈ ബാങ്ക് വായ്പയും ഈ കടവും എല്ലാം തിരിച്ചടച്ചത് ഈ മുത്തച്ഛൻ ഹരിസിംഗ് ആണ്. അങ്ങനെ ഈ കടബാധ്യതകളും ലോണും തിരിച്ചടച്ച വകയിൽ മകനും ചെറുമകനും വേണ്ടി ചെലവാക്കിയ ആ തുക പലവട്ടം ഹരിസിംഗ് ആവശ്യപ്പെടാറുണ്ട് അവരോട്, ഈ പണം എനിക്ക് തിരികെ തരണമെന്ന്. ഇതാണ് കൊലയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. അതാണ് പ്രധാന കാരണം. ഒപ്പം മറ്റൊരു കാര്യമുണ്ട്. വീട് സ്വന്തമാക്കി ഒരു ക്ഷേത്രം പണിയണമെന്ന് സ്വപ്നം കണ്ടിരുന്നു ഈ ചെറുമകൻ രവീന്ദർ. മുത്തച്ഛനും മുത്തശ്ശിയുമുള്ള കാലം അത് നടക്കില്ല എന്ന് ഉറപ്പായിരുന്നു അയാൾക്ക്. അങ്ങനെ ഇയാളുടെ 2 സഹായികളെ കൂടെ കൂട്ടി രാത്രി അകൃത്യം നടത്തി. ആ മുത്തശ്ശി കൊലപാതകത്തിനെത്തിയ മുഖംമൂടി ധരിച്ചിരിക്കുന്നയാൾ തൻ്റെ ചെറുമകനാണെന്ന് അവസാന നിമിഷം തിരിച്ചറിഞ്ഞിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. രവീന്ദ്രനോട് അവർ രക്ഷിക്കാൻ കേണപേക്ഷിച്ചുവെന്നും പോലീസിന് നൽകിയ മൊഴിയിൽ രവീന്ദ്രൻ എന്ന ക്രിമിനൽ തന്നെ പറയുന്നുണ്ട്. മുഖം മറച്ച് ആ മുത്തശ്ശിനെയും മുത്തശ്ശിയെയും അവർ ശ്വാസം മുട്ടിച്ചു കൊന്നു. രവീന്ദ്രന്റെ അമ്മയും ഈ കൊലപാതകത്തിന്റെ ഭാഗമാണെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ അമ്മയും അറസ്റ്റ് ചെയ്തു. എങ്ങനെയാണ് അമ്മ ഈ കൊലപാതകത്തിന്റെ ഭാഗമാകുന്നത്? ഈ മകന്റെ അരുതായ്മകൾക്കെല്ലാം കൂട്ടുനിന്ന ഒരു സ്ത്രീയാണ്. ഈ വൃദ്ധ ദമ്പതികൾക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക ചേർത്ത് നൽകിയ അമ്മ, അതായത് പെട്ടെന്ന് മയങ്ങിപ്പോകാനായിട്ട്. ഇവർ 3 പേർ ഈ കൃത്യം ചെയ്യാനെത്തുമ്പോൾ ഒന്നും മനസ്സിലാകരുതല്ലോ, അതുകൊണ്ട് തന്നെ അമ്മയും അറസ്റ്റിലായി. इसके अंदर 3 तो पहले गिरफ्तार हो चुके थे, 2 जयसिंहपुर के थे लड़के और एक ये इनका पोता था जी।
आज इसकी जो पोता था लड़का रविंदर, इसकी जो मदर है उसको कल अरेस्ट किया गया था, कल इसके अंदर जी। आज इनको कोर्ट में पेश कर दिया गया, उनका भी रिमांड खत्म हो गया था। आज 4 मुलजिमों को हमने जुडिशियल में भेज दिया गया जी। മറ്റേതെങ്കിലും കുടുംബാംഗങ്ങൾ ഈ കൊലപാതകത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് പോലീസ്. കൊലപാതക സ്ഥലത്ത് എത്തിച്ച് ഈ 3 പേരെയും ഒപ്പം അമ്മയും തെളിവെടുക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് മുത്തശ്ശനെ കൊന്നത് പണം തിരികെ കൊടുക്കാതിരിക്കാനും മറ്റൊന്ന് വീട് സ്വന്തമാക്കാനും വേണ്ടി കൂട്ടുനിന്നത് സ്വന്തം അമ്മയെ. മലപ്പുറം തൊടിയപുലത്ത് 14-കാരെ 16-കാരൻ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. ഈ പ്രതി ലഹരിക്കടിമയാണ്, ചെയ്തത് കൊടും ക്രൂരത. മലപ്പുറം കരുവാരക്കുണ്ടിലാണ് ഈ സംഭവം. 14 വയസ്സുകാരിയെ റെയിൽവേ ട്രാക്കിന് സമീപത്താണ് ഒരു മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പൂങ്ങോട് പുള്ളിപ്പാടം ഭാഗത്ത് റെയിൽവേ ട്രാക്കിന് സമീപത്തെ ഒരു കുറ്റിക്കാട്ടിലായിരുന്നു ആ പെൺകുട്ടിയുടെ മൃതദേഹം. 16-കാരനായിട്ടുള്ള +1 വിദ്യാർത്ഥിയാണ് ഈ കേസിൽ പിടിയിലാവുന്നത്. ഇന്നലെ സ്കൂളിലേക്ക് പോയ ഈ പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്തിയില്ല. സ്കൂളിൽ നിന്ന് തിരികെ വരാത്തതുകൊണ്ട് അമ്മ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോയി. സ്കൂളിന്റെ മുൻവശത്ത് ആ കുട്ടി ബസ് ഇറങ്ങിയെന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. പക്ഷേ പിന്നെ എങ്ങോട്ട് പോയി എന്നുള്ളതിൽ ഒരു വ്യക്തതയുമില്ല. ഈ കുട്ടിക്ക് ഒരു ആൺകുട്ടിയുമായി, പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നുവെന്ന് പോലീസ് അങ്ങനെ അന്വേഷണത്തിൽ മനസ്സിലാക്കുകയാണ്. ഈ 16 വയസ്സുകാരനെ കസ്റ്റഡിയിലെടുത്ത് അങ്ങനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി പോലീസ്. ഒടുവിൽ ആ 16-കാരൻ കുറ്റസമ്മതം നടത്തി. ചെയ്തതെല്ലാം ഒന്നൊന്നായി ഏറ്റുപറഞ്ഞു. ആ പ്രതി തന്നെയാണ്, ആ 16-കാരൻ തന്നെയാണ് മൃതദേഹം കുറ്റിക്കാട്ടിൽ കിടക്കുന്നത് പോലീസിന് കാണിച്ചു കൊടുക്കുന്നത്. ഏതാണ്ട് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആ കുട്ടിയുടെ മൃതദേഹം ഈ റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും കണ്ടെത്തുന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ സംഭവത്തിൽ പുറത്തു വന്നത്. കഴുത്ത് ഞെരിച്ചായിരുന്നു ആ പെൺകുട്ടിയുടെ കൊലപാതകം. അതും കൊന്നത് 16 വയസ്സുകാരൻ. അവനൊരു ലഹരിക്ക് അടിമയാണെന്നാണ് ലഭ്യമാകുന്ന വിവരമെന്ന് പോലീസ് പറയുന്നു. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയും ഈ പ്രതിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നും ഇരുവരും പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ ആൺകുട്ടിയിലേക്ക്, ഈ 16-കാരനിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തിയത്. വൈകിട്ട് ഏതാണ്ട് 6:30-ക്കും രാത്രി 9 മണിക്കും ഇടയിലാണ് ഈ കൊലപാതകം നടന്നത്. വീട്ടിലേക്ക് വരുന്നതായി പെൺകുട്ടി മാതാപിതാക്കളെ ഫോണിൽ വിളിച്ച് അറിയിച്ചതുമാണ്. പക്ഷെ പിന്നീട് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി. തുടർന്നാണ് കുട്ടിയുടെ അമ്മ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെത്തി ഈ പരാതി നൽകിയത്. പെൺകുട്ടി രാത്രിയായിട്ടും എത്തിയില്ല. ഫോണിൽ വിളിക്കുകയും ചെയ്തു, ഞാൻ ദാ എത്തുന്നുവെന്ന്. സ്വാഭാവികമായിട്ടും ആ അമ്മയ്ക്ക് ആദ്യം ഉണ്ടാകുമല്ലോ. കുട്ടിയുടെ ബന്ധുക്കളും വിവിധയിടങ്ങളിൽ പരിശോധന ആരംഭിച്ചിരുന്നു. അങ്ങനെ ബന്ധുക്കൾ ഈ സംശയത്തിന്റെ പുറത്ത് ഈ പ്രതിയുടെ വീട്ടിലുമെത്തി. പെൺകുട്ടി വൈകുന്നേരം 6 മണി വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് മറ്റൊരാൾക്കൊപ്പം പോയി എന്നുള്ളതായിരുന്നു ആ പ്രതി ആ സമയം ബന്ധുക്കളോട് പറഞ്ഞത്. ഒരു കൊടും ക്രിമിനലിനെ പോലെയാണ് പ്രതി സംസാരിച്ചതെന്നും ലഹരിക്കടിമയായവനെ പോലെയാണ് പെരുമാറിയതെന്നും ബന്ധുക്കൾ പിന്നീട് പോലീസിനോട് പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇക്കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുകയാണ്. ക്രിസ്മസ് അവധി, അതിനുശേഷം ഈ 16 വയസ്സുകാരൻ സ്കൂളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അധ്യാപകർ പറയുന്നത്. ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോയിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താണെങ്കിലും സംഭവം നടക്കുന്നതിന് 2 ദിവസം മുൻപ് ഈ പ്രതി ഈ കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. വീട്ടുകാർ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണം, വിലക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കാണിച്ചു തരാമെന്ന് വെല്ലുവിളിച്ചാണ് ആ 16-കാരൻ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് അന്ന് തിരികെ പോകുന്നത്. ഇനി ബലാത്സംഗം ചെയ്ത ശേഷം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ പ്രതി ആ പെൺകുട്ടിയെ ഇത്തരത്തിൽ കഴുത്ത് ഞെരിച്ച് കൊന്നത് എന്നാണ് പോലീസിന്റെ അനുമാനവും പോലീസ് നൽകുന്ന വിവരവും. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തുവെന്ന് ആ പ്രതി
പോലീസിനോട് മൊഴി നൽകിയിട്ടുമുണ്ട്. എന്തായാലും കൂടുതൽ റിപ്പോർട്ടുകൾക്കായി പരിശോധനകൾക്കായുള്ള കാത്തിരിപ്പിലാണ് പോലീസ്. അതിന് അന്തിമ ചിത്രം കിട്ടാനായി പെൺകുട്ടിയുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ പ്രതിയെ നേരത്തെ ഒരിക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അന്ന് താക്കീത് നൽകി വിടുകയും ചെയ്തു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പ്രതി ഒറ്റയ്ക്കല്ല ഈ കൃത്യം നടത്തിയതെന്നും മറ്റാളുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയവും ബന്ധുക്കൾ ഉന്നയിക്കുന്നു. എന്തായാലും ഒരു നാടിനെ നടുക്കിയ കൊലപാതകമാണ്. ഒരു 14 വയസ്സുകാരിയാണ് ആ കുറ്റിക്കാട്ടിൽ നിർജീവാവസ്ഥയിൽ കാണപ്പെട്ടത്. മൈനാഗപ്പള്ളിയിൽ 35-കാരനെ അടിച്ചുകൊന്ന കേസ് അച്ഛനും സഹോദരനും അറസ്റ്റിൽ. കൊല്ലം ശാസ്താംകോട്ട മൈനാഗപ്പള്ളി ഇന്ന് ഒരു കൊലപാതക വാർത്ത അറിഞ്ഞാണ് നേരം പുലർന്നത്. മൈനാഗപ്പള്ളി സൊസൈറ്റി മുക്ക് മാലിത്തറ ഉന്നതിയിൽ രാമകൃഷ്ണൻ 70 വയസ്സാണ്, മകൻ സനൽ 30 വയസ്സ്. ഈ രണ്ടുപേരാണ് അച്ഛനും മകനും അറസ്റ്റിലാവുന്നത്. ഈ രാമകൃഷ്ണന്റെ മകൻ 35 വയസ്സുള്ള സന്തോഷാണ് കൊല്ലപ്പെട്ടത്. മാനസിക വെല്ലുവിളി നേരിടുന്ന സന്തോഷ് കുറച്ചു നാളിലേറെയായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് ഇയാൾ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയത്. വീട്ടുകാരെ നിരന്തരം ഉപദ്രവിക്കുന്ന സ്വഭാവം ഈ മരിച്ച സന്തോഷം ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം ചെയ്യലിൽ പ്രതികൾ പോലീസിനോട് പറയുന്നത്. ഇന്ന് പുലർച്ചയോടെ വീട്ടിൽ വഴക്കുണ്ടാവുകയും സന്തോഷം സനലും തമ്മിൽ ഏറ്റുമുട്ടുകയും സഹോദരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു. ഈ സന്തോഷിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ആക്രമണം തുടർന്നു. അങ്ങനെ പിതാവും സഹോദരനും ചേർന്ന് ഇയാളെ കട്ടിലിൽ കെട്ടിയിട്ടു. ബഹളം വയ്ക്കുന്നത് തടയാനായി കണ്ണിൽ മുളകുപൊടി വിതറിയ ശേഷം അച്ഛൻ രാമകൃഷ്ണനെ ഇരുമ്പ് വടിയെടുത്ത് സന്തോഷിന്റെ തലക്കടിച്ചു. 3 തവണ തലയ്ക്ക് മാരകമായ അടിയേറ്റു സന്തോഷിന്. സംഭവ സ്ഥലത്ത് തന്നെ സന്തോഷിന് മരണം സംഭവിച്ചു. ആ 3ാമത്തെ അടിയിൽ തല പൊട്ടി രക്തം വാർന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകം നടന്ന വിവരം അച്ഛനും മകനും എന്താണെങ്കിലും രഹസ്യമാക്കി വെച്ചു. പിന്നീട് നേരം പുലർന്ന ശേഷം വാർഡ് മെമ്പർ വേണുവിനോടാണ് അച്ഛനും മകനും ഈ കൊലപാതകത്തിന്റെ വിവരം പങ്കുവയ്ക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ആ വാർഡ് മെമ്പർ പറയുന്നത് കേൾക്കാം. വാർഡ് മെമ്പർ പറയുന്നുണ്ട്, അച്ഛൻ വന്ന് പറഞ്ഞപ്പോൾ ഇക്കാര്യം കേട്ട് ആദ്യം ഞെട്ടി. കാരണം ഒരു സംഭവവും നാട്ടുകാരും അറിഞ്ഞിരുന്നില്ല. രാവിലെ ഈ മരിച്ച സന്തോഷ് കുമാറിൻ്റെ അച്ഛൻ രാവിലെ മെമ്പർ എന്ന നിലയിൽ എൻ്റെ വീട്ടിൽ വരികയും ഒരു 5:30 ആയി കാണും. 5:30 എൻ്റെ വീട്ടിൽ വന്നിട്ട് നിനക്ക് മകൻ തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് വിഷയം എന്ന് ചോദിച്ചവൻ പറഞ്ഞ് അത് പിന്നെ അവൻ ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ 10-12 വർഷമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുക. അവൻ ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അവനെ ഭിത്തിയെ പിടിച്ച് തള്ളി തലയെന്ന് അടിച്ച് മരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്ര സമയമായി കാണും? അത് ഇന്നലെ രാത്രി 8:30 പറഞ്ഞു. ഞാൻ ഇതുവരെ നിങ്ങൾ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയാൽ എന്താ? അത് ഞാൻ കൊണ്ടുപോകുന്നില്ല, എനിക്കിനി ജീവിക്കേണ്ട, എനിക്ക് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ജയിലിൽ പോകാന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. തൊട്ട് പുറകെ തന്നെ ഇവിടെ വന്നു നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ കട്ടിലെ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നത്. അടുത്ത് രക്തക്കറയൊക്കെ പറ്റിയിട്ടുണ്ട് ഭിത്തിയിലൊക്കെ. ഇന്ന് രാവിലെയാണ് നാട്ടുകാർ അങ്ങനെ വിവരമറിയുന്നത്. ശാസ്താംകോട്ട പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടിയൊക്കെ പൂർത്തിയാക്കി പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്തായാലും സ്വന്തം അച്ഛൻ കമ്പി വടികൊണ്ട് തലക്കടിച്ച മകനെ കൊന്നു. അയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളായിരുന്നു. കൂട്ടുനിന്നത് സഹോദരൻ. പൂജയ്ക്കായി രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയതാണ് ഒരു 14-കാരൻ. പിന്നീട് അവനെ കാണുന്നത് ഒരു കുളത്തിൽ മരിച്ച നിലയിലാണ്. അത് പുലി ആക്രമിച്ചതാണ് എന്നായിരുന്നു നാട്ടുകാർ പറഞ്ഞത്. പക്ഷെ അല്ല, അതൊരു കൊലപാതകമായിരുന്നു. ഇതിലേക്കെത്താം ഇടവേളയ്ക്ക് ശേഷം.
ലോകസഞ്ചാരം എന്നത് പണ്ടുകാലത്ത് ഒരു സാഹസമായിരുന്നുവെങ്കിൽ ഇന്നത് പലർക്കും ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടക്കാൻ കേവലം പണമോ താല്പര്യമോ മാത്രം പോരാ. മറിച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ചെറിയ പുസ്തകത്തിന് എത്രത്തോളം കരുത്തുണ്ട് എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ യാത്രകൾ. പാസ്പോർട്ട് എന്ന ഈ ഔദ്യോഗിക രേഖ വെറുമൊരു യാത്രാ അനുമതിയല്ല, മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ നിങ്ങളുടെ രാജ്യത്തിന് എത്രത്തോളം സ്വീകാര്യതയുണ്ട് എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ്. ഓരോ വർഷവും ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ആഗോളതലത്തിൽ രാജ്യങ്ങളുടെ നയതന്ത്ര വിജയത്തിൻ്റെയും സാമ്പത്തിക സ്വാധീനത്തിൻ്റെയും അളവുകോലായി മാറാറുണ്ട്. ഈ വർഷത്തെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ട് അതിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന വാർത്തയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് അന്താരാഷ്ട്ര തലത്തിൽ 5 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 80-ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 85-ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ, നൈജർ, അൾജീരിയ എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ സ്ഥാനം പങ്കിടുന്നത്. ഈ റാങ്കിംഗ് മെച്ചപ്പെട്ടതോടെ ഇന്ത്യൻ പൗരന്മാർക്ക് വിസയില്ലാതെയും അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ സംവിധാനം വഴിയും സന്ദർശിക്കാവുന്ന രാജ്യങ്ങളുടെ എണ്ണം 55ആയി ഉയർന്നു. വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. വിസ നടപടിക്രമങ്ങളുടെ സങ്കീർണതകളും വലിയ തുകയും ഒഴിവാക്കി ലളിതമായി യാത്ര ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മാലദ്വീപ്, മൗറീഷ്യസ്, ഫിജി, മലേഷ്യ, ഫിലിപ്പൈൻസ് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഒരു പാസ്പോർട്ടിൻ്റെ കരുത്ത് അളക്കുന്നത് അത് കൈവശമുള്ള വ്യക്തിക്ക് മുൻകൂട്ടി വിസ എടുക്കാതെ എത്ര രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഇന്ത്യയുടെ റാങ്കിംഗ് മെച്ചപ്പെടുന്നത് സൂചിപ്പിക്കുന്നത് ആഗോളതലത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്ന വിശ്വാസ്യത വർദ്ധിക്കുന്നു എന്നാണ്. അന്താരാഷ്ട്ര വ്യോമഗതാഗത അതോറിറ്റിയുടെ ഡേറ്റ ഉപയോഗിച്ചാണ് ഹെൻലി സൂചിക ഈ റാങ്കിംഗ് തയ്യാറാക്കുന്നത്. ഇത് ലോകത്തെ ഏറ്റവും ആധികാരികമായ പാസ്പോർട്ട് റാങ്കിംഗ് സംവിധാനമായി കരുതപ്പെടുന്നു. ഈ വർഷത്തെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആദ്യ 2 സ്ഥാനങ്ങളും ഏഷ്യൻ രാജ്യങ്ങൾ കൈക്കലാക്കി എന്നതാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് എന്ന പദവി സിംഗപ്പൂർ സ്വന്തമാക്കി. സിംഗപ്പൂർ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് ലോകത്തെ 227 ലക്ഷ്യസ്ഥാനങ്ങളിൽ 192 ഇടങ്ങളിലേക്കും വിസയില്ലാതെ പറക്കാം. അതായത് ലോകത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇവർക്കായി തുറന്നിട്ടിരിക്കുകയാണ് എന്നർത്ഥം. രണ്ടാമത്തെ സ്ഥാനം പങ്കിടുന്നത് ജപ്പാനും ദക്ഷിണ കൊറിയയുമാണ്. ഈ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് 188 രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം സാധ്യമാണ്. പാശ്ചാത്യ രാജ്യങ്ങളെ പിന്നിലാക്കി ഏഷ്യൻ രാജ്യങ്ങൾ മുൻനിരയിൽ വരുന്നത് ആഗോള സാമ്പത്തിക നയതന്ത്ര ക്രമങ്ങളിൽ വരുന്ന മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളായ ഡെൻമാർക്ക്, സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ, സ്പെയിൻ, ലക്സംബർഗ് എന്നിവ 186 രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം നൽകിക്കൊണ്ട് 3-ാം സ്ഥാനത്തുണ്ട്. ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് വികസിത രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ എത്രത്തോളം ദൃഢമാണ് എന്നാണ്. ഹെൻലി പാസ്പോർട്ട് സൂചികയുടെ കഴിഞ്ഞ 20 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ അത്ഭുതം സൃഷ്ടിച്ചത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 5 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി UAE ഇപ്പോൾ 5-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. വെറും 2 പതിറ്റാണ്ടിനുള്ളിൽ 57 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി എന്നത് ഒരു രാജ്യത്തിൻ്റെ നയതന്ത്ര വിജയം എങ്ങനെയായിരിക്കണം. പുള്ളിപ്പുലി ആക്രമിച്ചതല്ല, കുളത്തിൽ 15-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. തലയിൽ വാൾ പോലുള്ള ഒരു ആയുധം കൊണ്ടുള്ള 3 മുറിവുകൾ. മംഗളൂരു ബെൽത്തങ്ങാടിയിലാണ് ബുധനാഴ്ച പുലർച്ചെ 15 വയസ്സുകാരനെ ദുരൂഹ സാഹചര്യത്തിൽ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടിക്കടുത്ത് കുവട്ട് ഗ്രാമത്തിലെ സുബ്രഹ്മണ്യ നായിക്കിന്റെ മകൻ സുമന്ത് അവനാണ് മരിച്ചത്. 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു സുമന്ത്. പുള്ളിപ്പുലി ആക്രമിച്ചതായിരിക്കാം ഈ മരണത്തിന് കാരണമെന്ന് നാട്ടുകാർക്കിടയിൽ ഒരു അഭ്യൂഹം പരന്നിരുന്നു. സംഭവം കൊലപാതകമാണെന്ന് പക്ഷേ സ്ഥിരീകരിക്കുകയാണ് പോലീസ്. സുമന്തിന്റെ തലയിൽ വാളുപോലുള്ള ഒരായുധം, അതുകൊണ്ടുള്ള മുറിവുകൾ, അത് 3 എണ്ണമുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായത്. കുളത്തിൽ വീണ കുട്ടി പിന്നീട് ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതോടുകൂടി മരിച്ചതാകാമെന്നും സംശയമുണ്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. മംഗലാപുരത്തെ ജില്ലാ വെൻലോക്ക് ആശുപത്രിയിലാണ് ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആയുധം കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് കുളത്തിൽ തള്ളിയതാകാം എന്നാണ് സംശയം. പുലർച്ചെയും ധനുപൂജയിൽ പങ്കെടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് സുമന്ത്. പോലീസ് സൂപ്രണ്ട് അരുൺ
അദ്ദേഹം പറയുന്നതനുസരിച്ച് സുമന്ത് സുഹൃത്തുക്കളായ 2 ആൺകുട്ടികളോടൊപ്പം രാവിലെ ഏതാണ്ട് 4 മണിക്ക് ക്ഷേത്രത്തിലെ ധനുപൂജയിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറെടുത്തു. ഏറെ നേരം ഈ സുഹൃത്തുക്കൾ പുറത്ത് കാത്തു നിന്നിട്ടും സുമന്ത് വീട്ടിൽ നിന്നിറങ്ങാൻ വൈകിയതിനാൽ മറ്റു 2 പേരും മുന്നോട്ട് നടന്നു. പക്ഷെ സുമന്ത് എത്താത്തതിനെ തുടർന്ന് കുട്ടികൾ വീട്ടിലെത്തി കാര്യമന്വേഷിച്ചു. അപ്പോഴാണ് അവൻ ഇതിനോടകം വീട്ടിൽ നിന്ന് പോയിരുന്നുവല്ലോ എന്ന് വീട്ടുകാർ പറയുന്നത്. സുമന്ത് ക്ഷേത്രത്തിലും എത്തിയിട്ടില്ല എന്ന് വ്യക്തമായതോടുകൂടി കുടുംബവും മറ്റുള്ള എല്ലാവരും ചേർന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. കാണാതായ കുട്ടി സഞ്ചരിച്ചു എന്ന് കരുതിയ വഴിയിലൂടെ അവർ പോയി. അങ്ങനെ ഒരു കുളത്തിന് സമീപം രക്തക്കറ കണ്ടതിനെ തുടർന്നാണ് ഒരു തെരച്ചിൽ ആരംഭിക്കുന്നത്. മൃതദേഹം ആ കുളത്തിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ഒടിൽനാല സാമ്പോലിയിലുള്ള വീടിനടുത്തുള്ള കുളത്തിലാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. ബെൽത്തങ്ങാടി ഡെപ്യൂട്ടി SP CK രോഹിണിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഒരു സംഘമായിരുന്നു ഇതിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്നത്. എന്നാൽ വേണൂർ, ബെൽത്തങ്ങാടി, പുഞ്ചൽക്കട്ടൈ, ധർമ്മസ്ഥല എന്നീ സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിലുള്ളത്. അന്വേഷണം അവർ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യം, ഒരു 15 വയസ്സുകാരനെ വാളുകൊണ്ടൊക്കെ ആക്രമിച്ച് കൊല്ലാൻ പാകത്തിന് എന്ത് വൈരാഗ്യമാണ് എന്നുള്ളതാണ്. അന്വേഷണം നടക്കുന്നു, അതിലൊരു വ്യക്തത വരട്ടെ. അവിടെ പൂർണ്ണമാവുകയാണ്. നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ വീണ്ടും തിങ്കളാഴ്ച രാത്രി 20-ാം മണിക്കൂറിൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.